എറണാകുളം അങ്കമാലിയിൽ ബികോം വിദ്യാർത്ഥിയുടെ മരണത്തിനിടയായ വാഹനാപകടത്തിൽ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതി സിറിയക് ജോർജിനെ പിടികൂടാൻ കൃത്യമായി പരിശോധന നടത്തിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈയൊരു കേസിൽ പോലീസിന് മേലുണ്ടായ ഏറ്റവും വലിയ ആക്ഷേപം ഈ സംഭവം നടന്ന അപകടം ഉണ്ടായി ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒരാഴ്ചയോളം എടുത്തു പ്രതിയിലേക്ക് അന്വേഷണം എത്താൻ, പ്രതിയെ പിടികൂടാൻ. അങ്ങനെ പോലീസ് ഈ പ്രതിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒളിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കിയെന്നായിരുന്നു തുടക്കം ഉയർന്നു വന്ന ആക്ഷേപം, വിമർശനങ്ങൾ. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നതാണല്ലോ ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. എന്തൊക്കെയാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? ടോം, ഇതിൽ പ്രധാനമായും പറയുന്നത് പോലീസ് ആവുന്നത്ര ശ്രമങ്ങൾ തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു എന്നതാണ്. അതായത് ഈ അപകടമുണ്ടായതിനു ശേഷം ഈ കാറ് നിർത്താതെ പോയിരുന്നു. ഇയാൾ ഒളിവിൽ പോയി എന്നത് തന്നെയാണ്. അപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇയാൾക്ക് വേണ്ടി പലയിടങ്ങളിലായിട്ട് തെരച്ചിൽ നടത്തിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഒപ്പം ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ആൾ സ്റ്റേഷനിലെത്തി മൊഴി നൽകുക സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പരമാവധി തവണ ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണങ്ങൾ തുടക്കത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനി ജസ്റ്റിയയുടെ കുടുംബം ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നത്. അതിന് അവർ പ്രധാനമായി പറഞ്ഞിരുന്നത് ഈ കാർ അപകടം ഉണ്ടായിട്ട് പിന്നീട് ഇങ്ങോട്ട് ഈ പ്രതിയെക്കുറിച്ച് യാതൊരു രീതിയിലൊരു അന്വേഷണവും പോലീസ് നടത്തിയിരുന്നില്ല. തങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊരു ദുർവിധി വന്നു. അതിനുശേഷം അവർ ചെയ്ത് കുട്ടിയുടെ അവയവങ്ങളടക്കം ദാനം ചെയ്യുന്ന വലിയ മഹത്തായ ആ രീതിയിലുള്ളൊരു കാരുണ്യ പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ല എങ്കിൽ സാധാരണ രീതിയിലുള്ളൊരു അപകട മരണം എന്ന രീതിയിൽ തന്നെ അതും എഴുതത്തള്ളപ്പെടുമായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഇങ്ങനെ തങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തതോടുകൂടിയാണ് കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് പോലീസ് വലിയ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായതെന്നാണ് ഒരു ഗുരുതരമായ ആക്ഷേപമായി പറയുന്നത്. അന്ന് പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ പ്രതിക്ക് വേണ്ടി പിന്നീട് ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറത്തിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. വലിയ രീതിയിലുള്ളൊരു അന്വേഷണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് കൂടുതൽ കാലം ഒളിവിൽ കഴിയാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ഏതാണ്ട് ഒരാഴ്ചയോളം എടുത്തു ഈ അപകടമുണ്ടായതിനു ശേഷം ഇയാൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട്. ഈ സാഹചര്യത്തിൽ അത്രയും പോലീസിൻ്റെ ഉദാസീനതയാണ് എന്നതാണ് കുടുംബം ആക്ഷേപിച്ചിരുന്നത്. ഈ ആരോപണത്തെ തുടർന്നാണ് പിന്നീട് റൂറൽ എസ് പി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താനായിട്ട് ആലുവ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയത്. ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ അങ്കമാലി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് SP-ക്ക് സമർപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യവിലോപമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രതിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരിടപെടലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് പറയുമ്പോൾ തന്നെയും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ തുടക്കം മുതൽ തന്നെ പോലീസ് ഈ കേസിൽ നടത്തിയിരുന്നു എന്നതാണ്. പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്നതാണ്. വാഗമണിലടക്കം പിന്നീട് പ്രതിയെ വാഗമണിൽ തന്നെയാണ് കണ്ടുകിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നു. ആ സൂചനകൾ പ്രകാരം വാഗമണിൽ അന്വേഷിക്കുകയും പരിശോധന നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. എന്നാൽ പ്രതിയെ ആ ഘട്ടത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. പ്രതി ഒളിവിൽ പോയത് കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നു. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത് നമുക്കറിയാം. വാഗമണിൽ ഒരു റിസോർട്ടിൽ ഒറ്റയ്ക്ക് ഇയാൾ താമസിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന റിസോർട്ട് ഉടമയ്ക്ക് തോന്നിയ ഒരു സംശയമാണ് പിന്നീട് പോലീസിൽ അറിയിക്കുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ ഒരു സംശയം ഉടലെടുത്തില്ലായിരുന്നെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം എവിടെ എത്തുമായിരുന്നു എന്നതെല്ലാം തന്നെ പിന്നീടുണ്ടായിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഏതായാലും പോലീസ് ഇയാളെ സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യാതൊരു രീതിയിലുള്ള കൃത്യവിലോപവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ആലുവ DYSP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ടോം. ഡാനി, എന്തായാലും ഈയൊരു കേസ് ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടുക തന്നെ ഇത് വാഹനം ഇടിച്ച ശേഷം വാഹനം ഓടിച്ചയാൾ ഡ്രൈവർ രക്ഷപ്പെട്ടതാണ്. പക്ഷെ പിന്നീടാണ് ഈ വാഹനം ഓടിച്ചയാൾ ഡോക്ടറാണെന്ന്, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നത്. അതോടുകൂടി ഈ ഒരു കേസിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു. പ്രതിയെ കണ്ടെത്തണം, അതിനുവേണ്ടിയുള്ള മുറവിളി ഉയരുന്നു, പ്രതിഷേധമുയരുന്നു.
പിന്നീട് പോലീസിന് മേൽ വലിയ സമ്മർദ്ദമായി. പോലീസ് ഈ പ്രതി സിറിയക് ജോർജ്, ഡോക്ടർ സിറിയക്ക് ഒളിവിൽ കഴിഞ്ഞിരുന്ന വാഗമണിലെ റിസോർട്ടിൽ നിന്നും പ്രതിയെ പിടികൂടുന്നു. അങ്ങനെ അതിവേഗത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകളുണ്ടായി. അതിനുശേഷം ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ടോം, ഇതിൽ മറ്റൊന്നും ഇതിൽ അന്വേഷിക്കാനില്ല. കാരണം ഇതിൽ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംബന്ധിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അയാളുടെ ഒരു കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പോലീസ് ഇനി ആവശ്യമെങ്കിൽ ഇയാളെ ഒന്നുകൂടി ചോദ്യം ചെയ്യാനടക്കമുള്ള കാര്യം നിൽക്കുന്നുണ്ട്. കാരണം ഇയാൾ മദ്യം ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇയാൾ നൽകിയ പോലീസിൽ മൊഴിയിൽ പറയുന്നത് താൻ മനഃപൂർവ്വമായ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതിൽ അപകടം സംഭവിച്ചു പോയതാണ്, വേഗതയുണ്ടായിരുന്നു, അപകടം സംഭവിച്ചു പോയതാണ്, പേടിച്ചിട്ടാണ് താൻ ഒളിവിൽ പോയതെന്നതെല്ലാം തന്നെ ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണത്തിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളില്ല. ഇനി കൂടുതൽ കണ്ടെത്താനായിട്ട് ഒന്നും തന്നെയില്ല. ഇതിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. ഒരു വാഹനാപകടം ഉണ്ടാകാം, സാധാരണ അബദ്ധത്തിലാകാം. അങ്ങനെയെങ്കിൽ വാഹനം നിർത്തി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. പക്ഷേ ഇവിടെ ഈ പ്രതി സാധാരണഗതിയിൽ വാഹനം നിർത്താതെ പോകുന്നത് അവർ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മദ്യലഹരിയിലാണെങ്കിലാണ് നിർത്താതെ പോകാറുള്ളത്. അത്തരമൊരു സംശയം പോലീസിനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയോട് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നോ? പ്രതിയിൽ നിന്ന് ഈ ഡോക്ടർ സിറേക്കിൽ നിന്ന് എടുത്ത മൊഴി പ്രകാരം താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നതെല്ലാമാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് തുടക്കത്തിലുണ്ടായ ഒരു പരിഭ്രാന്തി, എന്ത് സംഭവിച്ചു എന്നതറിയില്ല, ആ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കാർ അവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നെല്ലാം തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ കൂടിയും പോലീസിന് ഇത് ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, എന്തായിരുന്നു സംഭവിച്ചിരുന്നതെന്ന് അടക്കം. കാരണം ഒരു രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അത് ഇനിയിപ്പോൾ ഈ പിടിക്കപ്പെട്ടാൽ അത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുമോ എന്നത് അങ്ങനെയൊരു സംശയം പൊതുവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണ് ഇയാളെ പിടികൂടുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇനി എന്താണ് പരിശോധനകൾ നടത്താനുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും ദിവസത്തിന് ശേഷം അത് തെളിയിക്കപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറ്റേതെങ്കിലും സിന്തറ്റിക് ലഹരിയോ മറ്റോ ഉപയോഗിച്ചതായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് അത്തരം ചില പരിശോധനകൾ വീണ്ടും നടത്താൻ കഴിയാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. കസ്റ്റഡിയിൽ ഇവരെ ആവശ്യപ്പെടുന്നുണ്ട്, നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായ ഒരുപക്ഷെ ഈ രീതിയിലുള്ള പരിശോധനകളും നടന്നേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ, വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ച കേസിൽ പോലീസിൻ്റെ ഭാഗത്ത് പ്രതിയെ പിടികൂടുന്നതിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. മറ്റ് നടപടികൾ, അതായത് പ്രതി ഇനി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.